നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ കിട്ടുന്ന കുറച്ച് ഫ്രോസൺ ഫുഡ് ഐറ്റംസ് ആണ് കാണിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തനി നാടൻ പലഹാരങ്ങളൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു ഫ്രോസൺ വേർഷൻ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പക്ഷേ വളരെ കുറവായിരിക്കും ഇതേപോലെ ഫ്രോസൺ പലഹാരങ്ങൾ വാങ്ങാൻ കിട്ടുന്നത്. പക്ഷേ പുറത്ത് രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ഏറെ പരിചയമായിരിക്കും. ഈ പലഹാരങ്ങളൊക്കെ ഈ പാക്കറ്റിനുള്ളിലായിട്ട് കുറേ നാളുകളായി കാണും. എന്നാൽ കൂടിയും ഇത് ചൂടാക്കി കഴിക്കുമ്പോഴുള്ള ആ ടേസ്റ്റ് എന്ന് പറഞ്ഞുണ്ടല്ലോ, നാട്ടിലെ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന പലഹാരങ്ങളുടെ അതേ ടേസ്റ്റ് ആണ്. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ദിവസമായിട്ട് എടുത്തതല്ല കേട്ടോ, പല ദിവസങ്ങളിലായിട്ട് ചെയ്തതാണ്. അതേപോലെ ഒരു ബ്രാൻഡിന്റെ അല്ല, പല ബ്രാൻഡിന്റെ ഫുഡ് ഐറ്റംസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഈ രണ്ട് ബോക്സിലെ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നിൽ ഇലയുടെയാണ്, അതും ജാക്ക് ഫ്രൂട്ട് വെച്ചുള്ള. അടുത്ത പാക്കറ്റിൽ ഉഴുന്നുവടയുമാണ്. ഇതാദ്യം ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ ഒരു പാക്കറ്റിൽ 3 എണ്ണമാണ് ഉള്ളത്. ഇത് വാഴയിലയൊക്കെ വെച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നല്ല കട്ടിയാണ്, ഒരു കല്ല് പോലെയാണ് ഇപ്പം ഇതിരിക്കുന്നത്. ഈ പാക്കറ്റിലൊക്കെ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ഇത് കഴിക്കാൻ പാകത്തിനാക്കി എടുക്കുന്നതെന്നുള്ളത്. അതിനനുസരിച്ച് ചെയ്താൽ മതി. മിക്കതും മൈക്രോവേവിൽ വെച്ച് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് 1-2 മിനിറ്റ് ചൂടാക്കിയാൽ മതിയാവും. അടുത്ത പാക്കറ്റ് കൂടി ഓപ്പൺ ആക്കിയിട്ട് രണ്ടും കൂടി ചൂടാക്കി കാണിച്ചു തരാം. ഇത് ഉഴുന്നുവട, മൊത്തത്തിൽ 8 എണ്ണം ഉണ്ട്. ഇതും നല്ല കല്ല് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതും ചൂടാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പം ദേ ഉഴുന്നുവടയും ഇലയുടെയും ചൂടാക്കിയിട്ടുണ്ട്. ഇപ്പം നല്ല സോഫ്റ്റായി, കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ തന്നെ ഉണ്ട്. ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. ഇതും നല്ല സോഫ്റ്റായി, കണ്ടോ. അടുത്തത് നമ്മൾ കേരളീയർക്കൊക്കെ ഇഷ്ടമുള്ള ഫുഡാണ് പൊറോട്ട. ഇത് 6 പീസസ് ഉണ്ടെന്നാണ് എഴുതിയിട്ടുള്ളത്. ഇതിലും കൂടുതൽ എണ്ണമുള്ള പാക്കറ്റും കിട്ടും. പിന്നെ ഓരോ പൊറോട്ടയുടെയും ഇടയ്ക്ക് ചെറിയ ഓരോ ഷീറ്റ്സും വെച്ചിട്ടുണ്ട്. ഇത് മടക്കാനൊന്നും പറ്റത്തില്ല, ഇപ്പം ഫ്രോസൺ ആയതുകൊണ്ട്. ഇതിനി ചൂടാക്കിയിട്ട് കാണിച്ചു തരാം. ഇത് മൈക്രോവേവിൽ വെക്കാം, അല്ലെങ്കിൽ ഒരു തവയിൽ വെച്ചും ചൂടാക്കാം. ഞാൻ സാധാരണ തവയിൽ വെച്ചാണ് ചൂടാക്കാറ്. അപ്പം ദേ പൊറോട്ട ചൂടാക്കിയെടുത്തു. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ടേസ്റ്റും നമ്മുടെ നാട്ടിൽ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പൊറോട്ടയുടെ അതേ ടേസ്റ്റാണ്. അടുത്തത് മൈസൂർ മസാല ദോശ. ഇതിൽ കോക്കനട്ട് ചട്നി കൂടിയുണ്ട്. ഓരോന്നും സെപ്പറേറ്റ് പാക്കറ്റിലാണ്. 4 എണ്ണം ഉണ്ട്. ഇത് ചൂടാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പം ദോശയും ചട്നിയും ചൂടാക്കി, കണ്ടോ. അകത്ത് നല്ലതുപോലെ മസാലയും കറി ലീവ്സും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതിനും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. നെക്സ്റ്റ് ബനാന റോസ്റ്റ്. ഇതിൻ്റെ അകത്ത് സ്വീറ്റൻഡ് ഫില്ലിങ്സ് ആണെന്നാണ് എഴുതിയേക്കുന്നത്. അവല്, ശർക്കര, തേങ്ങ ഒക്കെയാണ് അകത്ത് ഫില്ലിങ്സ് ആയിട്ടുള്ളത്. ഇതിൽ 2 എണ്ണമാണ് ഉള്ളത്. അടുത്തത് ഉണ്ണിയപ്പം. നല്ല ഹാർഡാണ് ഇതിപ്പം, കണ്ടോ. ഇനിയും ബനാന റോസ്റ്റും ഉണ്ണിയപ്പം കൂടി ചൂടാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പം ദേ അത് ചൂടാക്കി. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം. ഇതും കട്ട് ചെയ്യാം. അടുത്തത് സുഖിയൻ. 6 എണ്ണം ഉണ്ട് ഇതില്. ദേ ചൂടാക്കിയപ്പോൾ കണ്ടോ, എണ്ണയിൽ നിന്നൊക്കെ ഇപ്പം വറുത്ത് കോരിയതുപോലെ ഉണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിനും. അടുത്തത് ഇഡലി വിത്ത് ഫ്രോസൺ ചട്നി ആൻഡ് സാമ്പാർ. ഫ്രോസൺ ചട്നിയും സാമ്പാറും.
ഇഡലിയൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ചൂടാക്കുമ്പോൾ ഇതെങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ദേ ചൂടാക്കി കഴിഞ്ഞപ്പോൾ നല്ല സോഫ്റ്റ് ഇഡലി ആയിട്ടുണ്ട്. ചട്നി ദേ ഈ ടൈപ്പ് ചട്നിയാണ്. പിന്നെ സാമ്പാർ, ഇതിനും നല്ല ടേസ്റ്റ് ആണ്. അടുത്തത് ഫ്രോസൺ ഹലുവ. കട്ട് ചെയ്യാനൊക്കെ പാടാണ് ഫ്രോസൺ ആയതുകൊണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലാക്കിയതിന് ശേഷം കഴിക്കാമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാനിത് എന്തായാലും ഓവനിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം കാണിച്ചു തരാം. അടുത്തത് ബനാന ഫ്രൈ. ഇത് സാധാരണ ഏത്തക്കാപ്പം തന്നെയാണ്, അകത്ത് ഫില്ലിങ്സ് ഒന്നുമില്ല. ഇത് സെപ്പറേറ്റ് ആക്കാൻ തന്നെ പാടാണ്. ഹൽവയും ബനാന ഫ്രൈയും ചൂടാക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഹലുവ. ഏത്തക്കാപ്പം ആണെങ്കിലും സൂപ്പർ തന്നെ. അടുത്തത് പാലപ്പം. ഇതിൻ്റെ കൂടെ വേറെ കറിയൊന്നുമില്ല. ദേ എല്ലാം കൂടി ഒരുമിച്ച് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഇത് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് ചൂടാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പം ദേ പാലപ്പം ചൂടാക്കി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അടുത്തത് ചീരത്തോരൻ, ഫ്രോസൺ ചീരത്തോരൻ. അപ്പം ചീരത്തോരനും ചൂടാക്കി. സാധാരണ ചീരത്തോരനൊക്കെ വെന്ത് കഴിയുമ്പോൾ ഒരു നല്ല സ്മെല്ലില്ലേ, അതേപോലെ സ്മെല്ലുണ്ട് ഈ ഫ്രോസൺ ചീരത്തോരൻ ചൂടാക്കിയപ്പോഴും. അടുത്തത് ഗ്രേറ്റഡ് കോക്കനട്ട്. മിക്ക കറികൾക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഐറ്റമാണ് തേങ്ങ ചിരകിയത്. ഇത് മിക്കവരും വാങ്ങിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ്. ഇത് ഞാൻ ചൂടാക്കാറൊന്നുമില്ല, കുറച്ചു നേരം പുറത്ത് വെച്ചതിന് ശേഷം ഉപയോഗിക്കത്തേ ഉള്ളൂ. കുറച്ചു നേരം പുറത്ത് വെച്ച് കഴിയുമ്പോൾ ഇതേപോലെ ആകും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഫ്രോസൺ ഫുഡ് ഐറ്റംസ് അൺബോക്സിംഗ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. താങ്ക്